ആരോഗ്യ വകുപ്പിനും മന്ത്രിക്കുമെതിരെയുള്ള പ്രതിഷേധങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ സംഘടനകളെ തെരുവിൽ നേരിടാൻ CPM-ഉം യുവജന സംഘടനകളും പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കെതിരെ ചെറുത്തുനിൽപ്പ് സമരങ്ങൾ എന്ന പേരിൽ DYFIയും രംഗത്തിറങ്ങും. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, സംസ്ഥാനത്ത് ആരോഗ്യമന്ത്രിക്കെതിരെ ഒരു കാലത്തുമില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത്. നമുക്കറിയാം, ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് അവിടെ ഒരു രോഗിക്ക് കൂട്ടിരിക്കാൻ വന്ന ഒരമ്മ മരണപ്പെടുന്നു. അതേപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല എന്നുള്ള പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ തന്നെ നടത്തുന്നു. സംസ്ഥാനത്ത് ആരോഗ്യരംഗം ആകെ മോശപ്പെട്ട സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ വീണ ജോർജിനെതിരായി ഉയരുന്ന പ്രതിഷേധങ്ങളെ ശക്തമായി നേരിടാനാണ് CPM ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. CPM-ഉം യുവജന സംഘടനകളും ഇതിനെതിരെ രംഗത്തിറങ്ങാൻ വേണ്ടി പോകുന്നു. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ, ശാലിനി? വിനോദ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ആരോഗ്യ രംഗത്തെയും ആരോഗ്യ മേഖലയെയും കുറിച്ച് വിമർശനങ്ങളും പരാതികളും ഉണ്ടാകുന്ന സാഹചര്യം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കെടുകാര്യസ്ഥതയാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നു. തൊട്ടു പിന്നാലെ തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ തലയോലപ്പറമ്പ് സ്വദേശിനിയായിട്ടുള്ള ബിന്ദു കെട്ടിടം തകർന്നു വീണ് മരണപ്പെട്ടത്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ വീണ ജോർജിനും സംസ്ഥാന സർക്കാരിനുമെതിരെ പ്രതിഷേധം കനക്കുകയാണ്. തലസ്ഥാനത്തടക്കം മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കും ഓഫീസിലേക്കും അടക്കം പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കുന്നത്. പല ഘട്ടങ്ങളിലും അക്രമാസക്തമാകുന്ന സാഹചര്യം. ഒപ്പം തന്നെ പോലീസ് ഈ മാർച്ചുകളെ അടിച്ചമർത്താനുള്ള ശ്രമം പല ഘട്ടങ്ങളിലും സ്വീകരിക്കുന്ന പശ്ചാത്തലം നിലനിൽക്കുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്ന പ്രതിഷേധക്കാരെ തെരുവിൽ നേരിടാൻ DYFI ഉൾപ്പെടെയുള്ള ഇടത് യുവജന പ്രസ്ഥാനങ്ങൾ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് അവരുടെ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പ്രതിഷേധങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ തെരുവിൽ തന്നെ അക്രമ സംഭവങ്ങൾ അടക്കം സൃഷ്ടിക്കാനും ഒപ്പം തന്നെ പ്രതിഷേധക്കാരെ കൈകാര്യം ചെയ്യാനും തങ്ങൾ ഒരുക്കമാണ് എന്നുള്ള പ്രതികരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം DYFIയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിട്ടുള്ളത്. പ്രതിഷേധ സമരങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മന്ത്രിയുടെ ഭാഗത്ത് തെറ്റില്ല, ഒപ്പം തന്നെ ഈ ഉണ്ടായ സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്താനാണ് ഇപ്പോൾ DYFIയും SFIയും ഒക്കെ ആലോചിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് തലസ്ഥാന നഗരിയിൽ രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയ ABVP പ്രവർത്തകരെ ഭാരതാംബ വിഷയത്തിലടക്കം മന്ത്രി ശിവൻകുട്ടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയ ABVPയുടെ സംസ്ഥാന ഭാരവാഹി ഉൾപ്പെടെയുള്ളവരെ തെരുവിൽ ആക്രമിക്കുന്ന സാഹചര്യത്തിലേക്ക് SFI എത്തിയത് കണ്ടതാണ്. ഒപ്പം ഇതിന് പോലീസ് അടക്കമുള്ളവർ നേർസാക്ഷ്യമായിരുന്നു. അന്ന് പോലീസ് വലിയ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ SFIക്കാരെ പിടിച്ചുമാറ്റി പ്രശ്നം ഒഴിവാക്കാനോ ഒന്നും തന്നെ ശ്രമിക്കാതിരുന്നതടക്കമുള്ള കാര്യങ്ങൾ ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നത്. സമാനമായ സാഹചര്യം ഇവിടെയും ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടിയാണ് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ നിലവിൽ സംസ്ഥാനത്ത് ഇല്ല. ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ തിരുവനന്തപുരത്ത് വരുമ്പോഴും ഒപ്പം തന്നെ വിവിധ ജില്ലകളിൽ കരിങ്കൊടി അടക്കമുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നതിനിടയിലാണ് പ്രതിഷേധക്കാരെ നേരിടാൻ ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെ യുവജന പ്രസ്ഥാനങ്ങൾ രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസങ്ങളടക്കം അവർ ചില വാർത്താ സമ്മേളനങ്ങൾ നടത്തിയപ്പോൾ DYFI പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പ്രതിഷേധം നടത്തുന്ന രാഷ്ട്രീയ കക്ഷികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ MLA-മാരുണ്ടല്ലോ, MLA-മാർക്ക് വീടുകളുണ്ടല്ലോ എന്നുള്ളത്. അവരുടെ വീടിന് മുന്നിൽ പ്രതിഷേധിക്കാനും ഇവിടെ പ്രതിഷേധ സമരങ്ങൾ ഒരു ആവശ്യ കാര്യത്തിനും ഒപ്പം തന്നെ പിടിപ്പുകേടും ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെയും മന്ത്രിക്കെതിരെയും വകുപ്പിനെതിരെയും പ്രതിഷേധം നടക്കും. മറുഭാഗത്ത് ന്യായീകരണങ്ങൾ നടത്തി സമരം ചെയ്യുന്നവരെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് ഇടത് സംഘടനകൾ ശ്രമം നടത്തുന്നത്. ഇതിന്റെ തുടർച്ച വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടി അവരുടെ വാക്കുകളിൽ നിന്ന് വരികയാണ്. അതേസമയം തന്നെ പ്രതിഷേധങ്ങൾ ഒരു രീതിയിലും അവസാനിപ്പിക്കില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. BJP ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. കേന്ദ്രം നൽകുന്ന ഫണ്ടുകളടക്കം കേരളത്തിൽ എത്തിയിട്ടും അത് എന്തുകൊണ്ട് ആവശ്യക്കാർക്കോ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള മേഖലയിലേക്കും അല്ലെങ്കിൽ ആ പശ്ചാത്തലത്തിൽ അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ള വിമർശനങ്ങളടക്കം ശക്തമാകുന്നുണ്ട്. ഇതടക്കം ഉയർത്തിക്കാട്ടിക്കൊണ്ട് വരും ദിവസങ്ങളിൽ BJP അടക്കം ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമ്പോഴാണ് ഈ പ്രതിഷേധക്കാരെ നേരിടാൻ ഇപ്പോൾ ഗുണ്ടാ സെറ്റപ്പിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതിയിൽ ശാരീരികമായി അടക്കം നേരിടാൻ DYFI അടക്കമുള്ള യുവജന പ്രസ്ഥാനങ്ങൾ രംഗത്ത് വരുന്നത്. അത് പബ്ലിക്കായി തന്നെ പറയുകയും ചെയ്യുന്നത്. വിനോദം.